வாத்திக்குடி கிராம பஞ்சாயத்தில் அடையாளம் தெரியாத வனவிலங்கின் தாக்குதலில் ஆடுகள் இறந்தன. வாத்திக்குடி கிராம பஞ்சாயத்தில் தெய்வமேட்டில்தான் சம்பவம். கடந்த தினம் இரவில் கூட்டில் கட்டியிருந்த ஆடுகள் தான் கொல்லப்பட்டன. வாத்திக்குடி கிராம பஞ்சாயத்து தெய்வமேடு பகுதியை சேர்ந்த செவீனின் வீட்டுடன் சேர்ந்துள்ள ஆட்டின் கூட்டிலிருந்துதான் அடையாளம் தெரியாத மிருகத்தின் தாக்குதலில் ஆடுகள் இறந்தன. கடந்த தினம் 20ஆம் சம்பவம். 3 ஆடுகள் கடித்து கொல்லப்பட்ட நிலையிலும் ஒரு ஆடு காயமடைந்த நிலையிலும் உள்ளன. அடையாளம் தெரியாத மிருகத்தின் தாக்குதலில் ஆடுகள் இறந்ததை தொடர்ந்து 1 லட்சம் ரூபாய்க்கு மேலாக നഷ്ട ഇളപ്പ് വന്നുള്ളதாக ബാധിക്കപ്പെട്ട ഉടമയാളർ தெரிவித்துள்ளது. രാവിലെ പശുവിനെ കറക്കാൻ വന്നപ്പോഴാണ് ഈ ആട് ഒരെണ്ണം കൂട്ടിനകത്ത് പരിക്കളോടെ കിടക്കുന്നതും ബാക്കി 3 ആടുകളെ തപ്പി നോക്കിയപ്പോൾ പറമ്പിക്കൂടെ വലിച്ച് ചത്തതായിട്ടാണ് കിടക്കുന്നതും. ഒരെണ്ണത്തിനെ എന്താണെന്നറിയത്തില്ല, ഏതോ ജീവി വന്ന് അജ്ഞാത ജീവി വന്ന് വലിച്ച് കൊണ്ടുപോവുകയും ഒരെണ്ണത്തിനെ കണ്ടു കിട്ടിയിട്ടില്ല, തപ്പിയിട്ട് ഇതുവരെയായിട്ടും. എനിക്ക് ഏകദേശം ഒരു 1 ലക്ഷം രൂപ മുകളിലായിട്ട് എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട്. പിന്നെ ഈ പരിസരത്തെല്ലാം മിനിഞ്ഞാന്ന് തന്നെ താഴെ ഒരു വീട്ടിലെ ആടിനെ കൊണ്ടുപോയി എന്നിങ്ങനെ പറയുന്നു. അപ്പം ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് பொதுமக்கள் அறிவித்ததை தொடர்ந்து ஐயப்பன் கோயில் ரேஞ்ச் வனத்துறை அதிகாரிகளும் வனவிலங்கு பாதுகாப்பு கோஆர்டினேஷன் மெம்பர் പുൽവേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ സംഭവത്തിൽ പരിശോധന നടത്തിனர். 4 വലിയ ആടുകളെ പരിക്കേൽപ്പിച്ചതിൽ 3 എണ്ണം അത് ചത്തുപോകുകയുണ്ടായി. അതുപോലെ ഒരെണ്ണം മൃതപ്രായമായി കിടക്കുകയാണ്. അതൊരു വലിയ ആടാണ്. 3 വയസ്സ് പ്രായമുള്ളൊരു ആടാണ്. 10-20,000 രൂപ മേളിൽ വില കിട്ടേണ്ട ഒരു ആടാണ്. ഈ പ്രദേശത്ത് ഞാൻ വന്ന് പരിശോധിച്ചതിൽ നിന്നും മനസ്സിലായിരിക്കുന്നത് ഏതോ വന്യജീവിയുടെ ആക്രമണമാണ്, ഏതോ അജ്ഞാത ജീവിയുടെ ഒരു ആക്രമണമാണ്. കടുവയോ പുലിയൊന്നുമല്ല, വൈൽഡ് ഡോഗ് ആണോ എന്ന ഒരു സംശയത്തിലാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. വൈൽഡ് ഡോഗ് ഇപ്പം നമ്മുടെ പ്രദേശത്തും അതുപോലെ മൂന്നാർ ചിന്നക്കനാൽ മേഖലയിൽ നിന്ന് ഇങ്ങോട്ട് ഓരോ കോറിഡോർ വഴി അവർ ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ സഞ്ചരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈൽഡ് ഡോഗിൻ്റെ ഒരു അറ്റാക്കാണ് എന്ന ഒരു സംശയത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. கடந்த தினம் அருகிலுள்ள பகுதிகளில் சில வீடுகளிலும் இதுபோன்ற தாக்குதல் ஏற்பட்டுள்ளதாக பொதுமக்கள் தெரிவித்தது. നമുക്കറിയാം, ദൈവമേട് ഉണ്ണീശോ പള്ളിയുടെ സമീപം ഇതുപോലുള്ള വന്യമൃഗ ആക്രമണം ഇത് പല ദിവസങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. അതായത് കഴിഞ്ഞ മാസങ്ങളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ തൊട്ടടുത്ത വീടുകളിൽ നിന്നൊക്കെ ആടുകളെ പിടിച്ചുകൊണ്ടുപോയ വലിയ സാഹചര്യമുണ്ട്. ജനങ്ങൾ വളരെ വലിയ ആശങ്കയിലാണ് ഇവിടെ. കാരണം ഇതുപോലെ പുറത്തിറങ്ങാൻ മേലാത്ത ഒരു വലിയ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ തന്നെ ഇവിടെ വരികയും ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ വരികയും അതിൻ്റെ കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ അത് കടുവയും പുലിയുമല്ല എന്നുള്ള രീതിയിലേക്ക് നിഗമനം എത്തിയിരിക്കുകയാണ്. പക്ഷേ അത് എന്താണ് എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ വളരെ ആശങ്കയോടുകൂടി ഉറ്റുനോക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനുള്ള ഒരു പ്രതിവിധി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം, அதே நேரம் நிரந்தரமாக காட்டுமிருகங்களின் தாக்குதல் அதிகரிக்கும் நிலையில் அரசு மற்றும் வனத்துறை தேவையான நடவடிக்கை எடுக்க வேண்டும் என்பதுதான் பொதுமக்களின் கோரிக்கை. நியூஸ் பீரோ ராஜகுமாரி.